ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. വിജയകരമായുള്ള ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ ഇന്ന് നമ്മള് വെറുതെ വീട്ടിലിരിക്കണ്ട, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിട്ട്. അതുകൊണ്ട് നമ്മളൊരു ഷോർട്ട് ട്രിപ്പ് പോവാണ്. മിനി വാങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബാൻഫില്. വണ്ടി ഓടിക്കുന്നവർക്ക് അത്യാവശ്യം ഇതുണ്ട്. അപ്പൊ അത് ബാൻഫിലാണ്. ബാൻഫ് നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അപ്പൊ മിനി വാങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഇതുവരെ പോയിട്ടില്ല. കാണാൻ അത്യാവശ്യം രസമാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ട്രിപ്പ് പോകാൻ ഇങ്ങനെ നമ്മൾ ഒരുങ്ങി പോവുകയാണ്. മിനി വാങ്ക എങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം ഭംഗിയുണ്ട്. ഇന്ന് ക്ലൈമറ്റ് ഇച്ചിരി മഞ്ഞൊക്കെ പെയ്യുന്നുണ്ട്. മഞ്ഞുള്ളൊരു ക്ലൈമറ്റ് ആണ്. അങ്ങനെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിമ്പിക്ക്? ഇവിടുന്ന് ഒരു 1.5 hours ഒരു റോഡ് ട്രിപ്പ് പോവാം നമ്മള്. എന്നിട്ട് അവിടെ ഒരു ചെറിയ സ്ട്രോളും കുറച്ച് റൊമാൻറ്റിക് സീനറി ഒക്കെ ആയിട്ട്. അത്രയൊക്കെ മതിയോ? പിന്നെ നമുക്ക് ഒരു ചെറിയ കുഞ്ഞ് കേക്ക് കട്ടിങ്ങും ഡേറ്റും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഡേ ഒന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചു. ചുമ്മാ ഒരു ഡിന്നർ ഡേറ്റ് പോയി എന്താ പറയാ, ഈ ഒരു ദിവസം കൺക്ലൂഡ് ചെയ്യുന്നതിന് പകരം ഇന്നത്തെ ഒരു ഫുൾ ഡേ ഒരു റോഡ് ട്രിപ്പും അഡ്വഞ്ചർ ഹൈക്കിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടാന്ന് കരുതി. ഓക്കെ, അപ്പം ഇന്ന് എൻ്റെ മുടി നല്ല ബുമ്മെന്ന് ഇരിക്കുക കൂടെയാണ്. എൻ്റെ മുടി എന്തോ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും എവിടെയെങ്കിലും കാര്യമായിട്ട് പോകാൻ നിൽക്കുമ്പോൾ മുടി ഭയങ്കര സീനായിട്ട് വരും. സോ അപ്പോൾ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി റോഡ് ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. മിനി വാങ്ക പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ക്യാൻമോർ പോകാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊരു ഉച്ച 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയായിരുന്നു. ഞാനിപ്പോൾ ഒരു സംഭവം കാണിച്ചതാ കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ? പോകുന്ന വഴിക്ക് നല്ലൊരു ലേക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ആ ലേക്കിന്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ആ ലേക്ക് കാണാൻ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി കേട്ടോ. ഇത് ബാൻഫ് ടൗൺ ആണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണ്. മൗണ്ടൻസ് ഒക്കെ സറൗണ്ട് ചെയ്ത്. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ. ഇവിടുത്തെ IGA സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇവിടെ പോയിരുന്നു ഈ സൂപ്പർ മാർക്കറ്റില്. ബാൻഫ് ടൗണിലെ സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഒരു സ്ലൈസ് കേക്ക് മേടിക്കാനായിട്ടാണ് ഇപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. IGA എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ മൗണ്ടൻസിന് അവിടെ നിന്നൊരു കേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒരു പ്ലാനിലാണ്. ഇവിടെ ഒരു സ്ലൈസ് ചെറിയ കേക്ക്, നമ്മൾ വലിയ കേക്ക് മേടിച്ചാൽ നമ്മൾ എന്തായാലും കഴിച്ചു വെക്കാൻ പോകില്ല. സോ കേക്ക് മേടിക്കാൻ വരികയാണ്. ഇങ്ങനെ കേക്ക് സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. കേക്ക് വേണം എന്ന കൺഫ്യൂഷനിൽ ചെറിയ സ്ലൈസ് ആയിരിക്കും മേടിക്കുക. ഇതാണ് ഇവിടുത്തെ IGA സൂപ്പർ മാർക്കറ്റ് ബാൻഫില്. ഇവിടെ ഫുഡൊക്കെ ഇവിടെ നോക്കിയപ്പോൾ 1 kg 500 ഗ്രാമിൻ്റെ ഒക്കെ അത്യാവശ്യം വലിയ കേക്കുമാണ് കണ്ടത്. നമുക്ക് വേണ്ടിയിരുന്ന ഒരു ചെറിയ സ്ലൈസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. സോ അവിടെ നമ്മൾ രണ്ടുപേരെങ്കിലും തപ്പിക്കൊണ്ടിരിക്കുകയാണ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ IGA നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ലൈസ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ ചെയ്തിട്ട് അതിന് തൊട്ടടുത്ത് ഫഡ്ജറി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫഡ്ജസ് മാത്രമേ ഉള്ളൂ. അവർ ലൈവായിട്ട് ഫഡ്ജസ് ഉണ്ടാക്കുമായിരുന്നു. കൊണ്ടിരുന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച അതായിട്ട് അത് വരത്തില്ലായിരുന്നു. ഫഡ്ജസ് അല്ലായിരുന്നു നമുക്ക് വേണം. നമുക്കൊരു കേക്ക് സ്ലൈസ് ആയിരുന്നു വേണ്ടിരുന്നത്. ജസ്റ്റ് അപ്പം നമ്മൾ ഈ ഫഡ്ജസ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് IGA തന്നെ പോയി.
IG പോയിട്ട് ആ കേക്ക് തന്നെ മേടിക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഇതിവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന കടയാണ്. ചോക്ലേറ്റ് ക്രീം പൈ ആണ് ലേക്ക് മിനി വങ്ക. ഇത് ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്, നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ് ലേക്കൊക്കെ. നമ്മളോട് ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പോവാം. ഈസ്റ്റർ വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറേ പേര് കാറൊക്കെ കാണുമ്പോൾ കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. നമുക്കിവിടെ കുറേ നേരം ഇരുന്ന് അങ്ങനത്തെ കുറേ സ്ഥലമൊക്കെ കാണുന്നുണ്ട്. ലേക്ക് മിനി വോങ്കയുടെ മാപ്പൊക്കെയാണ്. ഇവിടെ കണ്ടോ ആനിമൽസ് ഒക്കെ ഉണ്ട്. ആനിമൽസ് ഒക്കെ നടക്കുന്നുണ്ട് ഈ വഴിയിൽ. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അത് കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ വിൻഡിൻ്റെ സൗണ്ട് കാരണം ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവിടെ ലേക്ക് നല്ല ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നടക്കാൻ പറ്റുമായിരുന്നു. നടന്ന് അവിടെ ഒരു ടെൻറ്റ് പോലെ കണ്ടോ, നമുക്ക് അങ്ങോട്ട് ആ ഫ്രോസൺ ലേക്കിൽ നടന്ന് ചെല്ലാൻ പറ്റുമായിരുന്നു. മിനി വോങ്ക നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ക്യാൻമോറിലെത്തി. ക്യാൻമോറിൽ അത് ഡ്രേക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മളൊരു ഹാപ്പി അവേഴ്സ് അടുപ്പിച്ചായിരുന്നു എത്തിയിരുന്നത്. അത് ക്യാൻമോറിൽ തന്നെ നമ്മൾ റാൻഡമായിട്ട് കണ്ട റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമുക്ക് പോയി ഫുഡ് കഴിക്കാം. നമ്മൾ അപ്പോഴത്തേക്ക് നല്ല വിശന്ന് പോയായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാണ്ട് റാൻഡമായിട്ട് നോക്കി കണ്ടുപിടിച്ച റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ ഇരുന്നാലോ? ഇവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ക്യാൻമോറിൽ ഒന്ന് വോക്കിനൊക്കെ പോവാന്ന് കരുതി ഇറങ്ങി. ഇത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടപ്പം കയറിയ ഒരു സ്റ്റോറാണ്. ബെൽജിയൻ ചോക്ലേറ്റ് കണ്ടിട്ട്. This is Belgian chocolate. We do it all in house. Our production place is in Airdrie, and we also do a soft granola, gluten-free, dairy-free, GMO-free, trans-fat-free, and a soy-free. And that's over on that wall over here. We have Olympians, Clara Hughes, starting to do some sponsoring for Paralympics, skiers and such. Yeah. So you guys have a factory in Airdrie and then have it shipped here? Yeah, okay. We do, yeah. ഇവിടെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ഇവിടെ ആൽബർട്ടയിൽ കണ്ടിട്ടേ ഇല്ല. ഇവിടെ കുറച്ച് സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ഇവിടെ 17 cents per gram ഒക്കെയാണ്. ഇത് ഭയങ്കര ഈ ഷോപ്പിന്റെ ലുക്ക് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. ഇത് പോപ്സിക്കിൾസ് ഒക്കെ ഉണ്ട്, ചോക്ലേറ്റ്സിൻ്റെ ഫ്രോസൺ ഡ്രൈസ്. Show the map over here. This is where people have taken our granola. Okay. Every country in the world has bought our granola, and these are people that purchased it. So do you ship it to them? Or No, they came through the store. I see. Okay. Yeah. So, we got some few places where we are from. Canada. we're good. So we are from somewhere here. ഇത് ക്യാൻമോറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റോറ്. നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ വേണ്ട ഒരു ഈ സ്റ്റോറിൽ വന്നാൽ മതി. നല്ല രസമുണ്ട്. ലൈക്ക് ആംബിയൻസ് തന്നെ നല്ല രസമുണ്ട്.
Yeah, but mostly YouTube videos and പേരെന്തായിരുന്നു? So what's this popsicle called exactly? Well, it's kind of a fruit medley. So we don't really have a name for it. നമ്മൾ പോപ്സിക്കിൾസ് എടുത്തു ഇവിടെ It's a milk chocolate popsicle. മിൽക്ക് ചോക്ലേറ്റ് പോപ്സിക്കിൾസ് എടുത്തു Yeah. ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. Okay. You might want to let that thaw out a little bit. Of course. Yeah. ഇവിടെ ഒരു പരിപാടി ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചോക്ലേറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ലൊക്കേഷനിലാണെന്ന് പിൻ ചെയ്യണം. കുറച്ച് മലയാളികൾ ഓൾറെഡി വാങ്ങിയായിരുന്നു ആക്ച്വലി ട്രിവാൻഡ്രത്ത് നിന്നുള്ളവരൊക്കെ പിൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മാംഗ്ലൂർ. അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് മേടിച്ചിട്ടുണ്ട്. പുതിയൊരു പിൻ നമ്മൾ ഇടുവാണ് കൊച്ചിൻ. ഓക്കെ, നമ്മൾ കൊച്ചിൻ പിന്നിടുകയാണ്. കൊച്ചിൻ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇത് ആരുതായിട്ടുള്ള കാണുന്നത്. ഓ യാ വ്ളോഗിങ് മീ. അപ്പോൾ നമുക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഈ സ്റ്റോറിൻ്റെ പേര്. അപ്പോൾ ക്യാൻമോറിൽ വരുന്നവർ ഇവിടെ കയറി നല്ല ഹോം മെയ്ഡ് ബെൽജിയൻ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാവും. നമ്മളിങ്ങനെ അവിചാരിതമായിട്ട് കണ്ട് കയറിയതാണ്. ഇറ്റ്സ് വെരി ഗുഡ്. എന്തായാലും അടിപൊളി, കൊള്ളാല്ലേ. നമ്മൾ വളരെ അപ്രത്യക്ഷമായിട്ട് കയറിയതാണ്, പക്ഷെ നമുക്കത് ഇഷ്ടമായി. ഡൗൺ ടൗൺ യാത്രകൾ തുടരുന്നു. യെസ്, ഡൗൺ ടൗൺ യാത്ര തുടരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി, ഒരു ഷോർട്ട് ട്രിപ്പ്. മിനിവാങ്കിയും ക്യാൻമോറും ഒക്കെ നമ്മൾ കാണാത്ത കുറേ ഏരിയാസ് ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. നല്ല ഫുഡൊക്കെ കഴിച്ചു. നല്ലൊരു ഡേ ആയിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.